ഹായ് ഡിയർ നഴ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡൽട്ട് നഴ്സസ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള ന്യൂമറസി പാർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ന്യൂമറസിൻ്റെ അകത്ത് നമുക്ക് 6 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കാൻ ആവുന്നത്. അത് ടോട്ടൽ ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണണം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അവർ നമ്മളോട് ചോദിക്കുക മീൻസ് നമ്പറാണ് ചോദിക്കുന്നത്. അതായത് എത്ര എണ്ണം കൊടുക്കേണ്ടി വരും പേഷ്യൻറ്റിന്, ഓക്കെ, എത്ര ടാബ്ലറ്റ് കൊടുക്കേണ്ടി വരും, ഓക്കെ, അല്ലെങ്കിൽ എത്ര ക്യാപ്സ്യൂളാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്, അല്ലെങ്കിൽ എത്ര ആംബ്യൂൾ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്പറാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. എത്ര എണ്ണമാണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മനസ്സിലായപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും ഒരു പേഷ്യൻറ്റിന് ഒരു 250 mg ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു 250 mg ടാബ്ലറ്റ് പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ടാബ്ലറ്റ് എന്ന് പറയുന്നത് 50 mg ആണ്, അതായത് 50 mg ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആകെ 50 mgയുടെ ടാബ്ലറ്റുകളാണ്. നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടുന്നത് 250 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ടാബ്ലറ്റാണ് കൊടുക്കേണ്ടുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിലും മനസ്സിലാവും അല്ലേ, എത്ര ടാബ്ലറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും? 5 ടാബ്ലറ്റാണ് കൊടുക്കേണ്ടത് അല്ലേ. 50 വെച്ചിട്ട് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 50 mgയുടെ ടാബ്ലറ്റ് 5 എണ്ണം എടുക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 250 കിട്ടുന്നത്. അത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലാതെ തന്നെ നമ്മൾ നോക്കിയതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി എന്താണ് ഫോർമുല? അതായത് പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ വാട്ട് വി ഹാവ്. മനസ്സിലാവുന്നുണ്ടോ? എത്രയാണ് പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡിവൈഡഡ് ബൈ നമ്മുടെ കയ്യിലുള്ള ഡോസേജ് എത്രയാണ്, അത് ഡിവൈഡ് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 250 mg ആണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടിയിരുന്നത് അല്ലേ, അതാണ് പ്രിസ്ക്രൈബ്ഡ് ഡോസ്. ഇനി നമ്മുടെ കയ്യിലുള്ള ഡോസേജ് എത്രയായിരുന്നു? 50 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 250 ഡിവൈഡഡ് ബൈ 50. അത് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5 ടാബ്ലറ്റാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടുന്നത് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ടാബ്ലറ്റിൻ്റെ നമ്പർ ആയിരിക്കും ചോദിക്കുക, എത്ര എണ്ണം എന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാപ്സ്യൂളിന് എത്ര എണ്ണം കൊടുക്കണമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എത്ര ആംബ്യൂൾ എടുക്കണം എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഈ ഫോർമുല വെച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് അവർ? ഓക്കെ, എ പേഷ്യൻറ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് 300 mg ഓഫ് ഫെനറ്റോയിൻ. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് 300 mg ഫെനറ്റോയിൻ ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹൗ മെനി ടാബ്ലറ്റ് ഷുഡ് ബി അഡ്മിനിസ്റ്റർഡ്? നമ്മളപ്പോൾ എത്ര ടാബ്ലറ്റാണ് പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടുന്നത്? ഓക്കെ, എന്നിട്ട് അവർ പിക്ചർ ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഡോസേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എത്രയാണ്? 100 mg ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഓരോന്നും 100 mg ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ നമ്പർ കണ്ടുപിടിക്കും? എത്ര എണ്ണം കൊടുക്കണം എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ വാട്ട് വി ഹാവ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പേഷ്യൻ്റ് ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 300. നമ്മുടെ കയ്യിലോട്ട് വാട്ട് വി ഹാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെഡിക്കേഷൻ്റെ ഡോസേജ് എത്രയാണ്? നമ്മുടെ കയ്യിലുള്ള മെഡിക്കേഷൻ്റെ ഡോസേജ് ഉള്ളത് 100 mg അല്ലേ. അപ്പോൾ എന്താ? 300 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് എത്ര ടാബ്ലറ്റ് കൊടുക്കണം? 3 ടാബ്ലറ്റാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മളെടുത്ത് എത്ര എണ്ണം കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടുന്നത്. എങ്ങനെയാണ്? പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ വാട്ട് വി ഹാവ് ഇൻ അവർ ഹാൻഡ്. നമ്മുടെ കയ്യിലുള്ള മെഡിക്കേഷൻ്റെ ഡോസേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ എത്ര ടാബ്ലറ്റ് അല്ലെങ്കിൽ എത്ര ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ എത്ര ആംബ്യൂൾ എന്നുള്ളത്.
മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എപ്പോഴും ടാബ്ലറ്റിൻ്റെ എണ്ണം ആയിരിക്കണം എന്നില്ല ചോദിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ടാബ്ലറ്റിൻ്റെ നമ്പർ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ അവരെന്ത് ചോദിക്കും, ക്യാപ്സ്യൂളായിരിക്കും അല്ലെങ്കിൽ ആംബ്യൂളായിരിക്കും. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ എത്ര എണ്ണമാണോ അത് എഴുതുക, ദെൻ ടാബ്ലറ്റ്സ് ഒന്നും കൂടെ എഴുതുക. ഓക്കെ, അവർ നമുക്ക് ആ ഒരു യൂണിറ്റ് തന്നിട്ടില്ല എങ്കിൽ, ഓക്കെ, ചില കേസസിൽ നമുക്ക് ആൻസർ മാത്രം എഴുതിയാൽ മതി, യൂണിറ്റ് എഴുതണമെന്നില്ല, അവർ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടില്ല എങ്കിൽ ടാബ്ലറ്റാണോ ആംബ്യൂളാണോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളാണോ എന്ന് നല്ലതായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എഴുതാനായിട്ട്. അങ്ങനെ ഒരു തെറ്റ് പറ്റിയാൽ കൂടി നമുക്ക് എന്ത് ചെയ്യത്തില്ല, മാർക്ക് തരണമെന്നില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എത്ര എണ്ണം കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഫോർമുല വാട്ട് ഈസ് ദ ഡോസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പേഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ വാട്ട് വി ഹാവ് ഇൻ അവർ ഹാൻഡ്. മനസ്സിലായോ? പ്രിസ്ക്രൈബ്ഡ് ഡോസ് ഡിവൈഡഡ് ബൈ വാട്ട് വി ഹാവ്. ഓക്കെ, അതാണ് നമ്മുടെ ടാബ്ലറ്റ്, ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ആംബ്യൂൾ എത്ര എണ്ണം അഡ്മിനിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആൻസറിൻ്റെ കൂടെ നമ്മൾ യൂണിറ്റ് കൃത്യമായിട്ട് എഴുതണം. തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടുന്ന കാര്യം ഇല്ല. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങളതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ ടൈപ്പ്, അതായത് തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹായ് ഡിയർ നഴ്സസ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡൽട്ട് നഴ്സസ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള ന്യൂമറസി പാർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി